maximum price 900,000 ഉണ്ടോ ഫ്രം ബിഗ് മീഡിയം സൈസ് ജാബിന്നുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാം. ഇതിനൊക്കെ സ്റ്റാർട്ടിങ് 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ. പഴയ നൊസ്റ്റാൾജിയ വരുന്ന മിഠായും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ ലെതർ ബാഗുകളൊക്കെ 350 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ബാഗുകളുടെയൊക്കെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഷർട്ടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് തുണി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. 200 റുപ്പീസൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. മീറ്റർ 1/4 കിലോ 150 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമസ്കാരം. നമ്മളിതാ നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം നമ്മൾ 10-ാം തീയതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് എല്ലാ വർഷത്തെ പോലെയും നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാളുകളൊക്കെ എത്രത്തോളം ഓപ്പൺ ഉണ്ടെന്നൊക്കെ അറിയാം. എന്തായാലും പൂരം തൊട്ടടുത്തെത്തി. അപ്പോൾ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 50 രൂപയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 2 ആളുണ്ട്. അപ്പോൾ 2 ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. എല്ലാ വർഷത്തെ പോലെ പുതുമകളുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ കടകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ വലിയ മാറ്റം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ എല്ലാ വർഷവും ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നത് ബെഡ്ഷീറ്റിൻ്റെ കടകളാണ്. നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനിൽ നിന്നൊക്കെയുള്ള കടകളാണ് നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് കേട്ടോ. പൂരം ഫെസ്റ്റിവൽ അப்புறம் ഫുൾ പബ്ലിക് വரோன்னா அதை நல்லா செய்யலாம். റേറ്റ് ഒക്കെ ஸ்டார்டிங் ரேட் வந்து சிங்கிள் பெட்ஷீட் வந்து 200 ஸ்டார்டிங் ரேட். 200 ஸ்டார்டிங் ப்ரைஸ். மினிமம் ப்ரைஸ். ಮ್ಯಾಕ್ಸಿಮಮ್ ಪ್ರೈಸ್ 900,000 ಉಂಟು. ಫ್ರಮ್ ಬಿಗ್ ಮೀಡಿಯಮ್ ಸೈಜ್ 450, 650, 750 ವಿತ್ ಪಿಲ್ಲೋ ಕವರ್. ಫ್ರಮ್ ಕಿಂಗ್ ಸೈಜ್, ಸೂಪರ್ ಕಿಂಗ್ ಸೈಜ್ 9x9 ಫೀಟ್ ಬೆಡ್ಶೀಟ್ ಉಂಟು. അതിലാണ് ഓഫറിലും ഉണ്ട്. 1 എടുത്ത് 900 റുപ്പീസ്. ഇപ്പോൾ ഓഫറിൽ കൊടുത്തിരിക്കുക 1500ക്ക് 2 പീസ് ബൈ 1 ഗെറ്റ് 1. എല്ലാം സൂപ്പർ ക്വാളിറ്റി ജയ്പൂർ കോട്ടൺ, പാനിപ്പത്ത് ഐറ്റം, ഹരിയാന പഞ്ചാബ് ഐറ്റംസ്, ഈറോഡ് ഐറ്റംസ്, cotton towels, lungi, pillow covers, sofa back covers. Only 10 piece. Sofa rest ki 10 piece ki 500 ഓൺലി സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതുപോലെ നിരവധി സ്റ്റാളുകൾ നമുക്ക് ഇരു സൈഡിലും കാണാൻ പറ്റും. ഇതിപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ളൊരു മെറ്റീരിയലിൻ്റെ സ്റ്റാളാണ് കേട്ടോ. ഈ ഡ്രസ്സിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1500 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. 1500 തൊട്ട് 3000 രൂപ വരെ റേറ്റുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ശരിക്കും ഇങ്ങനത്തെ ഡ്രസ്സുകൾ കിട്ടുന്ന കടകൾ നമ്മുടെ കേരളത്തിൽ കുറവായിരിക്കും. എന്നാലും ഈ എക്സിബിഷൻ സമയത്ത് സ്റ്റാളിനോട് ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ബാഗിൻ്റെ കടയാണ്. അത് ലെതർ ബാഗുകളാണ്. 350 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് റേറ്റ് അവരോട് ചോദിച്ചിട്ട് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ രാജസ്ഥാനി ചെരുപ്പുകളിൽ നല്ല അടിപൊളി ചെരുപ്പുകൾ, നിങ്ങൾക്ക് ഫംഗ്ഷൻ ഇടാനൊക്കെ പറ്റിയ ചെരുപ്പുകൾ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. എന്തായാലും നമുക്ക് ജെൻസിനും അതുപോലെ ലേഡീസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല ചെരുപ്പുകളുണ്ട് കേട്ടോ. 250 രൂപയിലൊക്കെയാണ് ചെരുപ്പിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അനവധി കടകളാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമുക്കിത് ഇങ്ങനത്തെ മിഠായികൾ വാങ്ങാം. ഒരുപാട് കടകൾ ഇപ്പോൾ നമ്മുടെ എല്ലാ പൂരങ്ങൾക്കും മിക്ക പൂരങ്ങൾക്കും ഉണ്ട്. എന്നാൽ കൂടി തൃശ്ശൂർ പൂരം എക്സിബിഷന് കളക്ഷൻസ് കൂടുതലായിരിക്കും. ഒരുപാട് വെറൈറ്റി മിഠായികളും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവർ കൊല്ലത്തു നിന്നുള്ളൊരു കടയാണ്. അപ്പോൾ ഇവർ എല്ലാ വർഷവും ഇടാറുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇതുപോലത്തെ ഒരുപാട് കടകൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് പുളിമിഠായിയൊക്കെ വാങ്ങാം. അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് വാങ്ങാം. 20 രൂപ തൊട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ 2026 തൃശ്ശൂർ പൂരം എക്സിബിഷന് തുടക്കമായിട്ടുണ്ട്. വരുന്നവർ ശ്രദ്ധിക്കേണ്ട കേസ് വെയിൽ. ഈ സ്റ്റാളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വെയിൽ അനുഭവപ്പെടുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഈ റൈഡിലൊക്കെ കയറുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ റൈഡിലും കയറാം, സ്റ്റാളുകളും കാണാം. ആ സമയത്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ കാണുകയും ചെയ്യാം, സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അനവധി കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2026 അങ്ങനെ അതിൻ്റെ ഗംഭീരമായ അവസ്ഥയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ചില കടകളിൽ റേറ്റ് കൂടുതലുണ്ടാവും, ചില കടകളിൽ റേറ്റ് കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ കടയിലും കയറി റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതായത് ഇവിടെ ഒരു മെറ്റീരിയൽ, നമ്മുടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയലാണ്. ഇതിന് മീറ്ററിന് 250 രൂപയാണ് ആൾ പറയണത്. ബീഹാറിൽ നിന്നുള്ളൊരു കടയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പുറത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കടകൾ സ്റ്റാളായിട്ട് ഇവർ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കൂടുതലാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റാളുകൾ. അപ്പോൾ പോലത്തെ ഒരുപാട് കടകൾ ഈ 2 സൈഡിലും ഉണ്ട്.
നിങ്ങൾ വന്ന് സെർച്ച് ചെയ്ത് വാങ്ങിച്ച ഈ സാധനങ്ങൾ. അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു നമ്മുടെ പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ നട്ട്സ് പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ, കടലകൾ, അങ്ങനെ വെറൈറ്റി പലഹാരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ട് അവരോട് ചോദിച്ചാൽ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ കടകളൊക്കെ ഒന്ന് ചൂസ് ചെയ്ത് നോക്കാട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായി. വെക്കേഷന് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതായത് ഒരുപാട് കടകൾ, ഇരു സൈഡിലും ഒരുപാട് കടകൾ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പൂരം കഴിഞ്ഞാലും ഏകദേശം ഒരു മാസത്തോളം നമ്മുടെ എക്സിബിഷൻ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കടകളൊക്കെ അത് സജീവമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാ നാട്ടിൽ നിന്നുള്ള സ്റ്റാളുകൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് തൃശ്ശൂർ പൂരത്തിന്. അങ്ങനെ ഒരു സ്റ്റാളാണിത്, കോഴിക്കോടൻ ഹൽവ. അപ്പോൾ വെറൈറ്റി ഹൽവ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവരെന്ന് വന്ന് പർച്ചേസ് ചെയ്യാം. കാരണം അത്യാവശ്യം നല്ല ഒറിജിനൽ ഹൽവ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ചക്ക ഹൽവയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മൈസൂർ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, മിക്സർ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് പുതിയതൊക്കെ പരിചയപ്പെടണം അല്ലെങ്കിൽ കഴിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം എക്സിബിഷൻ ആരും മിസ് ചെയ്യേണ്ട. അങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്ക് ദാഹിക്കുമ്പോൾ കഴിക്കാനുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് മാത്രം വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുക, അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എന്താണ് ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത? ഇവിടെ മാലിന്യ സംസ്കരണ യൂണിറ്റാണ്. നമ്മൾ വീട്ടിലെ ഫുഡ് വേസ്റ്റ് വളാക്കി എടുക്കാം, ഗ്യാസ് ആക്കി എടുക്കാം. ഇതാകുമ്പോൾ നമ്മുടെ അടുക്കള വേസ്റ്റ്, കഞ്ഞിവെള്ളം, കാടിവെള്ളം, പച്ചക്കറി കട്ടേൻ്റെ വേസ്റ്റ് ഇല്ല, അങ്ങനെ വേസ്റ്റും വെള്ളം ഒഴിക്കാം. നമുക്ക് ഗ്യാസായിട്ട് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു മാലിന്യ സംസ്കരണ വലിയൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് LPG ആണെങ്കിൽ കിട്ടാനില്ല. നമുക്കൊരു അത്യാവശ്യം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാസ് ഉപയോഗിക്കാം. പിന്നെ വേസ്റ്റ് ഇട്ട് നമുക്ക് കത്തിക്കാനുള്ളത് വേസ്റ്റ് ബർണറുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, എന്നാൽ നമുക്ക് ഈ പേപ്പറുകൾ, തുണികൾ, കരിയില്ലാനുള്ള സ്ഥലം കത്തിക്കാൻ പറ്റും. ഇതാകുമ്പോൾ ബയോബിന്നാണ്, നമുക്ക് വളാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഇട്ട് വളാക്കി എടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് 1 മണിക്കൂർ ഗ്യാസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങൾ എറണാകുളം ബേസ് ചെയ്ത് നമ്മളിത് വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കും. ആ വീടുകളിൽ ഫിറ്റ് കൊടുക്കുകയാണ്. ഫൈബറാണ് മെറ്റീരിയൽ. നമുക്ക് പ്ലാന്റ് 10 വർഷം വാറണ്ടി ഉണ്ട്. ഇപ്പോൾ വീടുകളിൽ ചേർത്തോ മിറ്റത്തെവിടെ ഉണ്ടെങ്കിൽ സ്പേസ് പോകില്ല. പിന്നെ വെച്ചാലും പിന്നെ മാറ്റുകയും ചെയ്യും. എവിടെയാണ് ചെയ്യാം, കേരളത്തിൽ എവിടെ വർക്കുകൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറിപ്പിച്ചൊരു ഐറ്റാണ് ഈ ഒരു അച്ചാറ് കേട്ടോ. എന്തൊരു സ്മെല്ലാന്ന് പറയാം അവിടെ പോയിന്നാ. ഇതിന് 3/4 കിലോന് 150 രൂപയാണ് റേറ്റ് വരുന്നത്, ഏതെടുത്താലും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളമുണ്ട്, കാരണം അങ്ങനൊരു സ്മെല്ലാണ് അവിടെ വരുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള അച്ചാറുകളാണ് കേട്ടോ. അത് നിങ്ങൾ വാങ്ങിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഗെയിമിങ് ഏരിയ ഇല്ലേ, നമ്മുടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തുള്ള നമ്മൾ ബോൾ എറിഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ ഇതാക്കണ ആ ഒരു സെക്ഷൻ ഉണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ അത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് ആയിട്ടില്ല, കാരണം വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ വെയിലത്തേക്ക് വന്ന് നമ്മൾ എങ്ങനെ കയറാൻ പറ്റും, നമുക്ക് കയറാൻ പറ്റില്ല. എന്തായാലും വൈകുന്നേര സമയങ്ങളിലായിരിക്കും കൂടുതലും ഇത് ഓപ്പൺ ആവുക. അപ്പോൾ എന്തെങ്കിലും സംഭവം പഴയ എല്ലാ എക്സിബിഷൻ പോലെ തന്നെ ഇതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് എന്തായാലും വർക്കിംഗ് അല്ല, കാരണം ഈ ഒരു വെയിലത്താരും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും വഴി ഇതൊക്കെ സെറ്റായി അടിപൊളിയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ എഡ്യൂക്കേഷൻ സ്റ്റാളുകൾ, പോലീസ്, ഫയർഫോഴ്സ് അങ്ങനെ സ്റ്റാളുകളൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. ഇപ്പം തന്നെ ഓപ്പൺ ആയിട്ടില്ല, വർക്ക് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശം ഈ ഒരാഴ്ചയോടുകൂടി മിക്ക സ്റ്റാളുകളും തുറക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം എക്സിബിഷന് ഇപ്രാവശ്യം വരുന്നവരോട് പറയേണ്ടത്, കുട എന്തായാലും കൈപിടിക്കണം, വെള്ളം എന്തായാലും കൈപിടിക്കണം. കാരണം അത്രയ്ക്കധികം നമ്മൾ ക്ഷീണിക്കുന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് വരിക. തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കടകളും വന്നു കഴിഞ്ഞു. പിന്നെ കുറച്ച് കടകൾ മാത്രമാണ് ഇവിടെ വരാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി വെക്കേഷനിൽ പൂരം കാണാൻ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് എക്സിബിഷനൂടെ കാണാൻ വരാം. ആ സമയം കൂടി എന്തായാലും നിറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ പൂരം കഴിഞ്ഞാലും, തൃശ്ശൂർ പൂരം കഴിഞ്ഞാലും ഏകദേശം ഒരു മാസത്തോളം പൂരം എക്സിബിഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും ഗംഭീരമായിട്ടുള്ള തൃശ്ശൂർ പൂരം എക്സിബിഷനാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇനി വെയിറ്റ് ചെയ്യേണ്ട, നേരെ തൃശ്ശൂർക്ക് വരിക, പൂരം കാണുക, എക്സിബിഷൻ കാണുക, സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.